പശ്ചിമേഷ്യയിൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക കഴിഞ്ഞ എത്രയോ മാസങ്ങളായി നിലനിൽക്കുകയാണ്. ഏത് നിമിഷവും യുദ്ധമുണ്ടാകാമെന്ന ഭീഷണി നിലനിന്ന ദിവസങ്ങളുണ്ട്. എന്നാൽ ആ ദിവസങ്ങൾ കടന്നുപോയി. സർവ്വസന്നാഹങ്ങളും ഒരുക്കി അമേരിക്ക കാത്തിരിക്കുകയാണ്. 10 ദിവസത്തെ സമയം ട്രംപ് അനുവദിച്ചു. അപ്പോഴും വെല്ലുവിളികൾ തുടരുന്നു. ഒരു ഭാഗത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇറാനിലുള്ള പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏറ്റവും പെട്ടെന്ന് മടങ്ങിയെത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്താണ് അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ സംഭവിക്കുന്നത് എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഇറാൻ വിഷയത്തിൽ ട്രംപിന്റെ അവസാനത്തെ പ്രതികരണം വരുമ്പോൾ ടെഹ്റാനുമായി നയതന്ത്ര കരാറാണ് താൻ ഇഷ്ടപ്പെടുന്നത് എന്നതാണ് ട്രംപ് ആവർത്തിച്ച് പറയുന്നത്. കഴിഞ്ഞ ദിവസം പോലും ട്രംപ് ആവർത്തിച്ച് പറയുന്നു അത് താൻ ഒരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല, ടെഹ്റാനുമായി നയതന്ത്ര കരാറാണ് താൻ ഇഷ്ടപ്പെടുന്നത് എന്നത്. പക്ഷേ തൊട്ടടുത്ത വാചകത്തിൽ തന്നെ ഭീഷണിയുമുണ്ട്. ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ട്രംപ് തൊട്ടടുത്ത വരിയിൽ നൽകുന്നത്. ഒരു കരാർ ഉണ്ടാക്കാതിരിക്കുന്നതിനേക്കാൾ തനിക്ക് താല്പര്യം ഒരു കരാർ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നമ്മളൊരു കരാർ ഉണ്ടാക്കുന്നില്ല എങ്കിൽ അത് ആ രാജ്യത്തിനും വളരെ സങ്കടകരമായിരിക്കും എന്ന ഒരു മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. ആ രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്കും വളരെ മോശം ദിവസമായിരിക്കും പിന്നീട് ഉണ്ടാവുക എന്ന ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവർ മഹത്തരവും അത്ഭുതകരവുമാണ്, അതുപോലൊന്നും അവർക്കൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പിന്നീട് തോന്നുന്ന വിധത്തിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന വലിയ ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മലയാളത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ പറയുന്ന രീതിയിൽ ഈ കരാറിൽ ഏർപ്പെടൂ, അല്ലെങ്കിൽ പണി കിട്ടും എന്ന് ട്രംപ് പറയുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണം. ഇറാനെ സൈനികപരമായി നേരിട്ടാൽ അപ്രതീക്ഷിത നഷ്ടങ്ങളും വലിയ തിരിച്ചടിയും ഉണ്ടാകുമെന്ന് ട്രംപിന് പെന്റഗൺ മുന്നറിയിപ്പ് നൽകിയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പാണ് പെന്റഗൺ ഇറാനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ട്രംപിന് നൽകിയിരുന്നത്. അമേരിക്കയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയ്നെയാണ് ഈ മുന്നറിയിപ്പ് നൽകിയതെന്ന് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളുകയായിരുന്നു ട്രംപ്. ഇറാനെതിരായ സൈനിക നടപടിയോട് ഡാൻ കെയ്ന ഉൾപ്പെടെയുള്ളവർക്ക് വിയോജിപ്പുണ്ടെന്ന വാർത്ത വെറും കെട്ടുകഥയാണ്, അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് പ്രചരിക്കുന്നത് എന്നതാണ് ട്രംപ് പ്രതികരിച്ചത്. സൈനിക നടപടി തീരുമാനിക്കേണ്ടത് താൻ മാത്രമാണ് എന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക താൻ മാത്രമായിരിക്കും എന്നതാണ് ട്രംപ് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇറാന് ശക്തമായ മുന്നറിയിപ്പ് കൂടി ട്രംപ് ഈ സന്ദേശത്തിൽ നൽകുന്നത്. അപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഈ ഭീഷണി എന്ന് പറയുന്നത് ആവർത്തിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം, കൃത്യമായ ഇടവേളകളിൽ ട്രംപ് ഈ ഭീഷണി ഉയർത്തുന്നുണ്ട്. ട്രംപ് ഭീഷണി ഉയർത്തുമ്പോഴൊക്കെ തുല്യമായ രീതിയിൽ അതിനോട് ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട് ഇറാൻ എന്നതുകൂടി നമ്മൾ കാണണം. ഇപ്പോൾ ട്രംപിന്റെ ഭീഷണി ഉയരുമ്പോൾ തന്നെ ഇസ്രയേലും സമാനമായ നിലയിൽ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാൻ മുതിരുകയാണെങ്കിൽ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രത്യാഘാതങ്ങളും തിരിച്ചടിയും നേരിടേണ്ടി വരുമെന്നാണ് അമേരിക്കയ്ക്ക് പിന്നാലെ ഇസ്രയേലും പറയുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഈ ഭീഷണി ഉയർത്തുന്നത്. ഇസ്രയേൽ പാർലമെന്റായ സെനറ്റിൽ സംസാരിക്കവെയാണ് നെതന്യാഹു ഈ ഭീഷണി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഭീഷണി ഒരു ഭാഗത്ത്, അതിന് പിന്നാലെ തന്നെ ഇസ്രയേലിന്റെ ഭീഷണിയും വരികയാണ്. ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം സുസജ്ജമാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതൊരു പ്രകോപനത്തിനും അതിശക്തമായ ഭാഷയിലായിരിക്കും മറുപടി നൽകുക എന്നതാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഇറാനെതിരെ ഉണ്ടാകുന്നത്. ഒന്ന് ട്രംപിന്റെ ഭാഗത്തു നിന്ന്, മറ്റൊന്ന് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന്. ട്രംപ് പിന്മാറാത്തതിന്റെ കാരണം പോലും ഇസ്രയേലാണ് എന്ന തരത്തിൽ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിലും പതറാതെ നിൽക്കുകയാണ് ഇറാൻ. സേനാ വിന്യാസം കാട്ടിയുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പും അന്ത്യശാസനവും തുടരുമ്പോഴും ഏകപക്ഷീയമായ കരാറുകൾക്ക് ഒരു തരത്തിലും വഴങ്ങില്ല എന്ന നിലപാട് തന്നെയാണ് ഇറാൻ സ്വീകരിക്കുന്നത്. ഇരുഭാഗത്തിനും ഗുണമുള്ള സാഹചര്യം ഒരുങ്ങുന്നതിനനുസരിച്ചായിരിക്കും ചർച്ചകളുടെ വിജയം എന്നതാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത്
ഒരു തരത്തിലും ഇറാൻ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ഈ സമയത്തും ആവർത്തിച്ച് പറയുകയാണ്. ഒരു തരത്തിലും ഏകപക്ഷീയമായ ഒരു കരാറിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന സന്ദേശം തന്നെയാണ് ഇറാൻ നൽകിയിട്ടുള്ളത്. در مورد مبحث خاتمه تحریم‌های ظالمانه آمریکا روشن هست و هم این که دیدگاه‌هامون راجع به مباحث هسته‌ای دیدگاه آمریکایی را هم به خوبی ازش مطلع هستیم در صورتی که حسن نیت و جدیت در هر دو سوی مذاکره وجود داشته باشه میتوان به نتیجه امیدوار بود. ما الان در مرحله تدوین دیدگاه‌هامون هستیم و امیدواریم که ظرف 2-3 روز آینده در جلسه‌ای که اعلام کردن آقای دکتر عراقچی بتونیم یک دور دیگه‌ای رو داشته باشیم. അപ്പോൾ ഒരു തരത്തിലും തങ്ങളുടെ താൽപര്യങ്ങൾ ബലി കഴിക്കില്ല എന്നതാണ് ഇറാൻ ആവർത്തിച്ച് പറയുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ അനുവദിക്കുന്നതും കൃത്യമായ പ്രോട്ടോക്കോളുകൾക്കും പാർലമെന്റ് അനുമതിക്ക് ശേഷം മാത്രമാകും എന്നത് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. വ്യാഴാഴ്ച നടക്കുന്ന ചർച്ചകൾക്ക് മുന്നോടിയായി ഒമാന്റെ നേതൃത്വത്തിൽ വിവിധ കക്ഷികളുമായി തിരക്കിട്ട ചർച്ചകളും നടക്കുകയാണ്. ഒരു വിഭാഗത്തിന് മാത്രം ഗുണമുള്ള ധാരണകൾ അംഗീകരിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എന്നതാണ് ഇറാൻ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെ IAEA പരിശോധനയ്ക്ക് കൃത്യമായ ഉപാധികൾ ഉണ്ടാകും എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കി. അതായത് അമേരിക്ക പറയുന്നത് പോലെയുള്ള നിർദ്ദേശങ്ങൾ തങ്ങൾ പാലിക്കില്ല എന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ. അതേസമയം തന്നെ ഇറാനിൽ വീണ്ടും പ്രക്ഷോഭം ഉടലെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വീണ്ടും ഭരണകൂട പ്രക്ഷോഭങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. പുതിയ സെമസ്റ്റർ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഖമനേയിക്കെതിരെ പോസ്റ്ററുകൾ ഉയർത്തിയും മറ്റും വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉയരുന്നത്. റിസാബ് പഹ്ലവി തിരിച്ചു വരണം എന്ന ആവശ്യമുയരുന്നുണ്ട്. സർവകലാശാലകളിൽ മുദ്രാവാക്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. പ്രക്ഷോഭകരെ സൈന്യം നേരിട്ടതോടെ നിരവധി പേർക്ക് പരിക്കേറ്റതായുള്ള വാർത്തകൾ കൂടി പുറത്തുവരുന്നു. അപ്പോൾ ഒരേ സമയം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭീഷണിയും ആഭ്യന്തര പ്രശ്നങ്ങളും ഇറാനെ അലട്ടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിനിടെ ഇറാനിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ഫോണുകളിലേക്ക് അജ്ഞാത SMS എത്തിയെന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. പേർഷ്യൻ ഭാഷയിലുള്ള സന്ദേശത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ചെയ്യുന്ന ആളാണ് എന്ന സന്ദേശമാണ് വരുന്നത്. കാത്തിരുന്ന് കാണൂ എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. യുദ്ധഭീഷണിയിലൂടെ ജനങ്ങളെ ആശങ്കയിലാക്കാനും ആണവ ചർച്ചയിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുമുള്ള അമേരിക്കൻ തന്ത്രമാണ് ഇത് എന്നതാണ് വിലയിരുത്തുന്നത്. അത്തരം റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നത്. എന്തായാലും ട്രംപ് പറയുന്നത് ചെയ്യുന്നയാളാണ് എന്ന് പറയുമ്പോൾ താൻ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്നത് ട്രംപ് ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ ഒരു യുദ്ധം വരുന്നു എന്ന് ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. ഇറാനിൽ വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇറാനിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ ട്രംപ് പരസ്യമായ ആഹ്വാനം തുടരുന്നതിനിടെയാണ് പലയിടത്തും വീണ്ടും പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയാണെങ്കിൽ ഇറാന് സമീപത്തേക്ക് സൈനിക സന്നാഹം വിപുലപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏത് സമയത്തും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീളും എന്നൊരു സാഹചര്യം തന്നെ അവിടെ നിലനിൽക്കുന്നു. ആ ഘട്ടത്തിൽ രാജ്യം വിടാനുള്ള നിർദ്ദേശങ്ങളാണ് മറ്റു രാഷ്ട്രങ്ങൾ ഇപ്പോൾ നൽകുന്നത്. ഇറാൻ അമേരിക്ക സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സൈനിക നീക്കങ്ങൾ ഉണ്ടായേക്കാമെന്ന ഭീതിയിലാണ് ഇറാനിലുള്ള പൗരന്മാർക്ക് ഓരോ രാജ്യങ്ങളും രാജ്യം വിടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യ അത്തരമൊരു നിർദ്ദേശം പൗരന്മാർക്ക് നൽകിക്കഴിഞ്ഞു. ലഭ്യമായ ഗതാഗത മാർഗം ഉപയോഗിച്ച് എത്രയും വേഗം
രാജ്യം വിടണമെന്നതാണ് പൗരന്മാരോട് ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർത്ഥാടകർ, വാണിജ്യാവശ്യത്തിന് പോയ ആളുകൾ, വിദ്യാർത്ഥികൾ, ടൂറിസ്റ്റുകൾ അടക്കമുള്ള ആളുകളോടാണ് ഉടൻ തന്നെ ഇറാൻ വിടാനുള്ള നിർദ്ദേശം ഇന്ത്യ നൽകിയിരിക്കുന്നത്. പൗരന്മാർക്ക് സഹായത്തിന് വേണമെങ്കിൽ എംബസിയെ ബന്ധപ്പെടാമെന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പറുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പൗരന്മാർ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ ഏത് സമയവും കയ്യിൽ കരുതണം എന്ന കാര്യം ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അമേരിക്ക നേരത്തെ തന്നെ പൗരന്മാർക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകുകയും അവരുടെ പൗരന്മാരെ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. പൗരന്മാർ ഉടൻ ഇറാൻ വിടണം എന്ന് സെർബിയയും സ്വീഡനും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളും അവരവരുടെ പൗരന്മാരെ സുരക്ഷിതരാക്കാനുള്ള ഒരു നീക്കം ഇതിനോടകം തുടങ്ങിയിരിക്കുകയാണ്. പൗരന്മാരോട് ഇറാൻ വിടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ ആരും ഇറാനിൽ തുടരേണ്ടതില്ല എന്ന കാര്യമാണ് മറ്റു രാഷ്ട്രങ്ങൾ നൽകിയിരിക്കുന്നത്. അതേപോലെ ഒരു നിർദ്ദേശം ഇന്ത്യയും നൽകിയിട്ടുണ്ട്. എംബസിയുമായി ബന്ധപ്പെട്ട് സാഹചര്യങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോവുക എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സംഘർഷ സാഹചര്യം തുടരുന്നതിനിടെ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ പിടികൂടിയ ദൌത്യം പൂർത്തിയാക്കി മടങ്ങുകയായിരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാർഡ് ഫോർഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഗ്രീസ് സമുദ്രാതിർത്തിയിൽ എത്തി കാത്തു കിടക്കുകയാണ്. ഇറാനുമായി ആണവ വിഷയത്തിൽ ധാരണയിൽ എത്തിയില്ല എങ്കിൽ നിയന്ത്രിതമായ തോതിലെങ്കിലും ആക്രമണത്തിന് അമേരിക്ക തയ്യാറാകും എന്നതിന്റെ സൂചനകളാണ് ട്രംപ് ഒരുക്കുന്ന ഈ സന്നാഹങ്ങളെല്ലാം കാണിക്കുന്നത്. ആ സാഹചര്യം മനസ്സിലാക്കിയാണ് ഓരോ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നത്. പരിമിതമായ ആക്രമണം എന്ന ആശയം ഇറാന്റെ സുപ്രീം നേതാവ് അയത്തുള്ള അലി ഖമനേയും വിദേശകാര്യ മന്ത്രാലയവും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഏതൊരു ആക്രമണം ഉണ്ടായാലും ശക്തമായി നേരിടുമെന്നും US കേന്ദ്രങ്ങൾ തന്നെ ആക്രമിക്കും എന്നുമാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്ന മുന്നറിയിപ്പ്. എന്തായാലും വ്യാഴാഴ്ച നടക്കുന്ന ചർച്ച, അതിലേക്കാണ് എല്ലാ പ്രതീക്ഷയും. അമേരിക്കയ്ക്ക് സ്വീകാര്യമായ ഒരു തീരുമാനത്തിലേക്ക് ഇറാനെ എത്തിക്കുക അല്ലെങ്കിൽ ആക്രമിക്കുക എന്നതാണ് ട്രംപ് എത്തിയിരിക്കുന്ന തീരുമാനം എന്നതാണ് വരുന്ന വിവരം. ഏത് തരത്തിൽ പ്രകോപനമുണ്ടായാലും തിരിച്ചടിക്കാൻ ഇറാനും തയ്യാറായി നിൽക്കുന്ന ഏതാണ്ട് യുദ്ധസമാനമായ സാഹചര്യം തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് വ്യാഴാഴ്ച നടക്കുന്ന ചർച്ചകളാണ്. അതിൽ അമേരിക്കയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു തീരുമാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരിക്കലും സാധ്യമാകില്ല എന്ന സന്ദേശമാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് നിമിഷവും യുദ്ധമോ എന്ന സംശയം അവിടെ നിലനിൽക്കുകയാണ്. നമ്മുടെ ഫോക്കസ് വാർത്തകൾ അവസാനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.